ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് അനന്ത നടനം വീണ്ടും കേട്ടു തുടങ്ങാം. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ട് നിർത്തിയ ഭാഗം ബാക്കി നമുക്ക് കേട്ടു തുടങ്ങാം. ഫോണിൽ തെളിഞ്ഞ രൂപം കണ്ടിട്ട് അവൾ അന്തം വിട്ട് മീനൂട്ടിയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ ഇപ്പോൾ സംസാരിച്ച ആരോടാണ്? അവൾ ചോദിച്ചു, എന്താടി? അല്ലടി കുറിപ്പേ, നീ ഇപ്പോൾ ഇത്ര നേരം സംസാരിച്ച ആരോടാ? അതെൻ്റെ ഏട്ടൻ. നിൻ്റെ ഏട്ടനോ? അതെ, എൻ്റെ ഏട്ടൻ. നിൻ്റെ ഏട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? എൻ്റെ ഏട്ടൻ പട്ടണത്തിലായിരുന്നു. പട്ടണത്തിൽ പഠിക്കാൻ പോയിരുന്നു. ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നിൻ്റെ ഏട്ടനെ പറ്റിയാണ്. എൻ്റെ ഏട്ടനെ പറ്റിയോ? മാളൂട്ടി അഹപ്പാടെ വിരണ്ടുപോയി. മീനു ഭയത്തോടെ 4 പാട് നോക്കി, ആരെങ്കിലും കേട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, വേണ്ട കുട്ടി, അതൊന്നും വേണ്ട. എൻ്റെ ഏട്ടനൊരു പാവമാണ്. ഞങ്ങളും പാവങ്ങളാണ്. എൻ്റെ ഏട്ടനെ നീ ദയവായിട്ട് കൊലയ്ക്ക് കൊടുക്കരുത്. മീനു, ദക്ഷയുടെ ഭാവം മാറി. അതെ, നിൻ്റെ ഏട്ടനെ എനിക്ക് കൊണ്ടുതന്നതും കാട്ടിത്തന്നതും യക്ഷിയമ്മയാണ്. യക്ഷിയമ്മ എനിക്ക് കൊണ്ടുതന്ന പുണ്യമാണെങ്കിൽ നിൻ്റെ ഏട്ടനെ ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും വിട്ടുകൊടുക്കാൻ ഈ ദക്ഷ തയ്യാറല്ല. മീനു ആദ്യോടെ ദക്ഷയെ നോക്കി. ഈ കുട്ടി എന്ത് പറഞ്ഞ് ഞാനിനി തിരുത്തുമെന്ന് ഓർത്തിട്ട്. അവിടെ വാശി മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ മീനൂട്ടിക്ക് നല്ല ഭയം തോന്നി. പിന്നെ ആകപ്പാടെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഏട്ടനൊന്നും അറിയില്ലല്ലോ, ഏട്ടന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മീനൂട്ടിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. വീട്ടിൽ ചെന്ന് കയറിയ പാടെ അവൾ അനന്തനെ വിളിച്ചു. ഏട്ടനിപ്പോൾ എവിടെയാണ്? എന്താടി പതിവില്ലാത്തൊരു തിരക്ക് വിളി? എന്താ കാര്യം? ഒന്നുമില്ല ഏട്ടാ, ഏട്ടൻ പോയിട്ട് കുറേയേറെ നേരമായില്ലേ, കാണാത്തതുകൊണ്ട് വിളിച്ചതാ. അല്ലല്ലോ, എന്തോ ഒരു വിഷയമുണ്ട്. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഒന്നുമില്ല ഏട്ടാ, ഏട്ടനെ കാണാഞ്ഞോട്ട് വിളിച്ചതാണെന്ന് വീണ്ടും ആവർത്തിക്കുമ്പോഴും ഉള്ളിലെ ഭയം അവളെ വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ചെമ്പോട്ടുമനയിൽ ദക്ഷ അനന്തനെ തന്നെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. തൻ്റെ ഉള്ളിലെ ഇഷ്ടം എങ്ങനെ അനന്തനെ അറിയിക്കുമെന്ന് ഓർത്ത് ആഹപ്പാട് വേവലാതി പൂണ്ടിരുന്നു. ഇനിയിപ്പം വേറെ വഴിയൊന്നും വേണ്ട, മാളൂട്ടി തന്നെ പോയി പറഞ്ഞോളും. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അവിടെ ചുണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരി ഊറി വന്നു. അനന്തൻ വീണ്ടും ഗോപനെ തിരക്കി അവൻ്റെ വീട്ടിലെത്തിയെങ്കിലും ഗോപനെ കാണാൻ പറ്റിയില്ല. പക്ഷേ അവൻ അന്നത്തെ പാർട്ടി കമ്മിറ്റിയിൽ ആ വിഷയം അവതരിപ്പിച്ചു. പാർട്ടി എല്ലാവരും ചർച്ച ചെയ്തു. ഗോപനെ താക്കീത് കൊടുക്കാൻ തീരുമാനമായി. എന്നിട്ടും അനന്തനതിൽ നല്ല തൃപ്തി ഉണ്ടായില്ല. അവൻ വരട്ടെ, കാത്തിരിക്കാം. പണ്ടൊരിക്കൽ തൻ്റെ വകയിൽ ഒരു അമ്മാവൻ്റെ മകൻ അവൻ്റെ പെങ്ങളെ എന്തോ കമൻറ്റ് പറഞ്ഞെന്നും പറഞ്ഞ് അവനെ നടു റൂട്ടിലിട്ട് പട്ടിയെ പോലെ തല്ലിയവനാണ് ഇപ്പോൾ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. സ്വന്തം പെങ്ങളെ പറഞ്ഞപ്പോൾ അവന് പൊള്ളി. അന്യ വീട്ടിലൊരു പെണ്ണിനെ എന്ത് തോന്നിയ ദിവസം പറയുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അല്ലേ? അവർ മനസ്സിലോർത്തു. ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലും അനന്തരൊന്ന് കയറി. അവൻ നേരെ വീട്ടിലേക്ക് വിട്ടു. മീനൂട്ടി അവനെ കാത്തിരിക്കുകയായിരുന്നു. അവന് വീട്ടിലെത്തി. അമ്മ എവിടെ? അവൻ മാളൂട്ടിയോട് തിരക്കി. അമ്മ അടുക്കളയിലുണ്ട് ഏട്ടാ, മാളൂട്ടി പറഞ്ഞു. എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാവാൻ ബാക്കി കാര്യം. അവൻ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. അപ്പോഴും നിശബ്ദത കൂടുകൂട്ടി. മീന് ഒന്നും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അനന്ത് തിരിഞ്ഞ് അവളെ നിന്ന് നോക്കി. ഈ പെണ്ണിന് ഇതെന്ത് പറ്റി? അവൻ മനസ്സിൽ ചിന്തിച്ചു. സാധാരണ താൻ വരുമ്പോൾ കലബല ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണാണ്. ഇതിപ്പോൾ ഇവിടെ ഇരിപ്പ് കണ്ടാൽ അറിയാം ഇവൾ അവിടെ എങ്ങും അല്ലാന്ന്. ഡീ! അനന്തൻ്റെ ഒറ്റ വിളിയിൽ അവൾ ഞെട്ടിപ്പിടഞ്ഞിരുന്നിട്ട്. നിനക്കെന്തു പറ്റി? അവൾ ഇവിടെയെങ്ങും അല്ലാത്ത മാതിരി അവനെ മിഴിച്ചു നോക്കി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, എനിക്ക് ഏട്ടനോട് സംസാരിക്കണം. നീ സംസാരിച്ചോ, ഞാൻ കേട്ടോളാം, ഞാൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ നോക്കി. എനിക്ക് ഏട്ടനോട് തനിച്ചാണ് സംസാരിക്കാനുള്ളത്. ഓഹോ, അപ്പോൾ അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യമാണോ? അതെ, അവൾ കൈയഴുകി. അവൾ മറുപടി പറഞ്ഞു. അന്ന് ഭക്ഷണം കഴിച്ചിരുന്നിട്ട് കൈയഴുകിയിട്ട് അരത്തിണ്ണയിൽ അവൾക്കരികിലായിട്ട് വന്നിരുന്നു. അവൾ കുറച്ച് നേരം നിശബ്ദമായിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. ഏട്ടനെന്ന് അമ്പലത്തിൽ വെച്ച് ദക്ഷയെ കണ്ടിരുന്നു. അവൻ തലയിലൊക്കെ കണ്ടിരുന്നു. എന്നിട്ടെന്താ? അവൾ അവളുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി. അത്രയേ ഉള്ളൂ? അവൾ എടുത്തു ചോദിച്ചു. അത്രയേ ഉള്ളൂ. എന്താ ഇപ്പം നിൻ്റെ പ്രശ്നം? അനന്തൻ എടുത്തു ചോദിച്ചു. ഏട്ടാ, ഞാൻ ചെമ്പോട്ടുമനയിൽ നിന്നാണിപ്പോൾ വരുന്നതെന്ന് ഏട്ടനറിയാലോ. ഞാൻ ആ ചെമ്പോട്ടുമനയിൽ ചെന്ന് കയറിയത് മുതൽ ഈ ഇറങ്ങി അവിടെ നിന്ന് തിരിച്ചു വരുന്നവരെ ആ നിമിഷം വരെ ദക്ഷയുടെ നാവിൽ നിന്ന് കേട്ടത് മുഴുവൻ ഏട്ടനെ പറ്റിയാണ്. അവൾക്ക് ഏട്ടനോട് കടുത്ത പ്രണയമാണ്. അനന്തൻ ഞെട്ടി മീനുവിനെ നോക്കി. നീ എന്താ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ് ഏട്ടാ. എനിക്കെന്തോ പേടി തോന്നുന്നു. അവൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയേ അടങ്ങൂ. അതാണ് അവളുടെ പ്രകൃതം. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് അവളുടെ പ്രണയമൊന്നുമില്ലല്ലോ. അവൻ അങ്ങനെ പറഞ്ഞതും അമ്പലത്തിൽ
ദീപാരാധനയ്ക്ക് നട തുറന്നതും ഒന്നിച്ചായിരുന്നു. അതവർക്ക് വീട്ടിലിരുന്നാൽ കേൾക്കാം. അവൻ്റെ വീടിന് നേർക്കാണ് അമ്പലത്തിൻ്റെ ദർശനം. അവൻ എഴുന്നേറ്റ് എന്ന് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചു. പക്ഷെ അവനെ ഞെട്ടിച്ചുകൊണ്ട് കൺമുന്നിൽ തെളിഞ്ഞത് രക്ഷയുടെ രൂപമാണ്. അവനെന്തോ വല്ലായ്മ തോന്നി. ഇതിപ്പോൾ ഒരു തവണ മാത്രമല്ലേ താൻ അവളെ കണ്ടത്, എന്നിട്ടും ഇതിപ്പോൾ എന്താ ഇങ്ങനെ? അവൻ തന്നോട് തന്നെ ചോദിച്ചു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ദക്ഷയ്ക്കും. പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ കൺമുന്നിൽ തെളിഞ്ഞത് അനന്തൻ്റെ രൂപമാണ്. പക്ഷേ അവൾക്കത് അസ്വസ്ഥതയല്ല ഉണ്ടാക്കിയത്. കൺമുന്നിൽ തെളിഞ്ഞ രൂപത്തെ ഒന്നുകൂടി അവഗണിച്ച് അവൾ അവിടെ നല്ലവണ്ണം അങ്ങ് പ്രതീക്ഷിച്ചു. അതെ, കൈലാസനാഥനും യക്ഷിയമ്മയും എല്ലാവരോട് ചേർന്നിരിക്കും തന്ന സമ്മാനമാണ് എൻ്റെ അനന്തേട്ടൻ. ആ അനന്തേട്ടനെ എനിക്ക് ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും ഞാൻ അദ്ദേഹത്തെ വേണ്ടെന്ന് വെക്കില്ല. അവളത് മനസ്സിലങ്ങ് ഉറപ്പിച്ചു. അസ്വസ്ഥമായ മനസ്സോടെ അനന്തൻ ഇരുന്നു. ജോലി കിട്ടിയെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ എനിക്കെൻ്റെ മനസ്സ് കൈവിട്ടു പോകും. അപ്പോഴാണ് അവനൊരു കോൾ വന്നത് പാർട്ടി ഓഫീസിൽ നിന്നും. അവൻ അപ്പോൾ തന്നെ പുറത്തേക്ക് പോകാനായി ഇറങ്ങി. അപ്പം ഞാൻ പുറത്തു വരെ പോയിട്ടൊന്ന് വരാം. ശരി പോനെ. അമ്മ അകത്തേക്ക് കയറിപ്പോയി. നേരെ മീനുവിൻ്റെ അരികിൽ എത്തിയമ്മ. അവൾ അപ്പോഴും ദക്ഷ തന്നോട് പറഞ്ഞ ഓരോ കാര്യവും ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മനസ്സിൽ അനന്തേറ്റനെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെ ആഴത്തിൽ വീണു പോയിരിക്കുന്നു. അതെല്ലാം മാറ്റിയെടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതെൻ്റെ ഏട്ടൻ്റെ ജീവന് ആപത്തായി മാറും. മീനു അമ്മയുടെ വിളി കേട്ടവൾ മുഖമുയർത്തി നോക്കി. എന്താ അമ്മേ? അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നീ ചെപ്പോട്ട് മനിയെ പോയിട്ട് വന്നതുപോലെ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം മുതൽ നീ കാര്യമായ ചിന്തയിലാണ്. നീ എന്താ ഞാൻ കേൾക്കാൻ നിൻ്റെ ഏട്ടനോട് പറഞ്ഞത്? അവളൊന്ന് പതറി. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ലമ്മേ. ദേ ഒരു കാര്യം, കളിക്കാത്ത കാര്യം പറഞ്ഞ പെണ്ണേ. അമ്മയ്ക്ക് ദേഷ്യം വന്നെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മേ, അതെ, നമ്മുടെ ദശയ്ക്ക് നമ്മുടെ ഏട്ടനോട് പ്രണയം. എന്താ നീ പറഞ്ഞത്? ആ മാതൃഹൃദയം വല്ലാതെ പേടിച്ചു. മോളെ, അവയൊക്കെ വലിയ ആൾക്കാരാണ്. അവർക്കൊക്കെ എന്ത് ചെയ്യാനും പറയാനും മടിയില്ല. എൻ്റെ മോൻ അവർക്ക് വല്ലാത്ത ഭയം തോന്നി. നിൻ്റെ ഏട്ടൻ എന്ത് പറഞ്ഞു? അവർ മീനുവിനോട് ചോദിച്ചു. ഏട്ടൻ അങ്ങനെയൊന്നുമില്ല അമ്മേ, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. അനന്തൻ വണ്ടിയിൽ പാർട്ടി ഓഫീസിലേക്ക് പോവുകയാണ്. പെട്ടെന്നെതിരെ മറ്റൊരു വാഹനത്തിൽ ഗോപൻ പോകുന്നത് അനന്തൻ കണ്ടു. അതേ സ്പോട്ടിൽ തന്നെ അവൻ വാഹനം തിരിച്ചുവിട്ടു. ഗോപനെ മറികടന്നവനെ തടയിട്ട് വാഹനം കൊണ്ട് നിർത്തി. ബൈക്കിലിരുന്ന് അവനെ ഒറ്റ ചവിട്ടിന് അനന്തൻ താഴെയിട്ടു. പന്ന മോനെ, നീ ഒളിച്ച് നടക്കുമായിരുന്നല്ലേടാ. നീ എത്ര നാളെ എൻ്റെ കൺവെട്ടത്തു നിന്ന് ഒളിച്ച് നടക്കും? ഗോപൻ ചാടി എഴുന്നേറ്റ് അനന്തന് നേരെ കൈയുയർത്തി. അനന്തൻ അടുത്തു നിന്ന് മാത്രമല്ല, പിന്നെ അടിയുടെ പൂരമായിരുന്നു. ഗോപനെ നട്ട് റോട്ടിലിട്ട് തന്നെ അടിച്ചു. ആ ജംഗ്ഷൻ മുതൽ തൊട്ടടുത്ത അമ്പലനട വരെയുള്ള ജംഗ്ഷൻ വരെ അനന്തൻ ഗോപനെ അടിച്ചു. എന്നിട്ട് എല്ലാവരും കേൾക്കോർക്ക പറഞ്ഞു, ഈ അനുഭവം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവണം. ഈ അനന്തൻ ഈ മണ്ണിലുള്ള കാലം ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ നേരെ ആരുടെയെങ്കിലും വിരലോ ഒരു മോശം വർത്തമാനം ഉയർന്നെന്ന് ഞാൻ അറിഞ്ഞാൽ ഇതേ അനുഭവമായിരിക്കും എല്ലാവർക്കും. എല്ലാവരും ഇത് ഓർമ്മയിൽ വെച്ചോണം. അടികൊണ്ട് ഗോപൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ചോര വരുന്നുണ്ടായിരുന്നു. അവൻ പകയടങ്ങിയ കണ്ണോടെ അവനെയൊന്ന് നോക്കിയിട്ടൊരു ഓട്ടയിൽ കയറിപ്പോയി. അവന് നടക്കാനോ എഴുന്നേൽക്കാനോ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും അവൻ അശനായിരുന്നു. അനന്തനെ ഏതോ ഒരു അതികായകനായ മനുഷ്യനെ നോക്കുന്നത് പോലെ എല്ലാവരും നോക്കി നിന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് ആദിത്യപുരം ഗ്രാമത്തിൽ ആരെയും എതിർത്ത് ഒന്ന് കണ്ടിട്ട് പോലുമില്ല. അനന്തൻ നേരെ പാർട്ടി ഓഫീസിലെത്തി. അവൻ കയറി ചെന്നപ്പോഴേ പാർട്ടി ഓഫീസിൽ വല്ലാത്ത മുറുമുറുപ്പ് അനുഭവപ്പെട്ടു. ഗോവനെ തല്ലിയതിൻ്റെ പ്രതിഷേധം. അവന് പാർട്ടി താക്കീത് കൊടുക്കാൻ തീരുമാനിച്ചതല്ലേ? അതിനു മുമ്പ് എന്തിനവനെ തല്ലി? അതാണ് ചോദ്യം. അനന്തൻ എഴുന്നേറ്റ് നിന്നു. ഞാനിങ്ങനെയാണ്, എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. പാർട്ടിക്ക് എന്നെ വേണമെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി അജണ്ടയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് ആരോപിച്ച് എന്നെ പുറത്താക്കാം. അവൻ പാർട്ടി ഓഫീസ് വിട്ട് പുറത്തേക്ക് നടന്നു. ബാക്കി നമുക്ക് നാളെ കേൾക്കാം.